ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ലഡ്ഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് ലഡ്ഡു തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യ് ഒന്ന് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് കടലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരേ അളവിൽ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു 5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ നെയ്യും ഗോതമ്പ് മാവും കടലമാവും കൂടെ വറുത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണിത്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ 1 കപ്പ് പഞ്ചസാര, അതായത് നമ്മൾ ഗോതമ്പ് മാവ് എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര, ആ കപ്പിൽ 1/2 കപ്പ് വെള്ളം. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്ന പാകത്തിന് നമുക്കിതൊന്ന് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 1.5 ടേബിൾ സ്പൂണും പിന്നെ ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഷുഗറിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മെൽറ്റായി വന്നുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഏലക്ക ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് ഏലക്ക പൊടിച്ചാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് മാവും കടലമാവും കൂടെ മിക്സ് ചെയ്തത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ലഡ്ഡു ആണ്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ സൈഡിൽ നിന്നെല്ലാം വിട്ട് വരുന്ന പാകമാണ്, ഒരുപാട് വെള്ളം പോലെയൊന്നും ആയിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതുമാണ്. ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചൂടാറാന്ന് വെച്ചാൽ ഒരുപാട് ചൂടാറരുത്, ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് കയ്യിൽ ഇച്ചിരി എണ്ണമയം പുരട്ടിയതിന് ശേഷം ചെറിയ റോൾസാക്കി എടുക്കാം. ഇപ്പോൾ ഓരോ റോളും ഇതേപോലെ തന്നെ ഉരുട്ടി എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ലഡ്ഡു എല്ലാം റെഡിയായി കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.